നമസ്കാരം. എൻ്റെ പേര് സെനീഷ് മാത്യൂസ്. കേരളത്തിൽ ജനിച്ചു, അവിടെ വളർന്നു. അത് കഴിഞ്ഞ് ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞ് ഡൽഹിയിലേക്ക് കുടിയേറി. അവിടെ എൻ്റെ ഫാദർ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡൽഹിയിലെത്തി. കുറച്ച് നാള് ചില ചെറിയ കമ്പനികളിലും ഒക്കെ ജോലി ചെയ്തു. അതിനുശേഷം ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയിൽ അതിൻ്റെ അഡ്മിൻ ഡിപ്പാർട്ട്മെൻറ്റിലും പിന്നീട് തുടർന്ന് CRM ഓപ്പറേഷൻസ് അത് കഴിഞ്ഞ് ട്രെയിനിങ് ഡിവിഷനിലേക്കും മാറുവാനായിട്ടും പ്രവർത്തിക്കുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ധാരാളം ആളുകളെ ട്രെയിനിങ്ങിലൂടെ ഈ മേഖലയുടെ സാധ്യതകളെ പറ്റി പഠിപ്പിക്കുവാനും എങ്ങനെ ഇതിൽ ജോലി ചെയ്യണമെന്നും ഒക്കെ അവരെ ട്രെയിൻ ചെയ്യാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും ചെറിയ ക്ലാസ്സുകൾ എടുക്കുവാനും അതുപോലെ തന്നെ അവരുടെ കോഴ്സ് കരിക്കുലത്തിൽ എങ്ങനെ ലോജിസ്റ്റിക്സിൻ്റെ സാധ്യതകൾ ഉൾപ്പെടുത്താൻ സാധിക്കുമെന്നത് റിസർച്ച് ചെയ്ത് എന്തെല്ലാം അതിൽ ഉൾപ്പെടുത്തണമെന്ന് ഒക്കെ അവരെ നമ്മൾ ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഇന്ത്യയിലെ ലോജിസ്റ്റിക്സിൻ്റെ മേഖലയിൽ ഇന്ന് ധാരാളം അവസരങ്ങളുണ്ട്. പണ്ടുമുണ്ട്, ഇന്നുമുണ്ട്. കാരണം ഇന്ത്യ എന്ന ഒരു മഹാരാജ്യത്ത് ഒത്തിരി ലോജിസ്റ്റിക്സിൻ്റെ പ്രവർത്തനങ്ങൾ പണ്ട് മുതലുണ്ട്. നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ വ്യാപാരത്തെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ഉണ്ടായിരുന്നു. ആ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിൻ്റെ ബലത്തിൽ തന്നെയാണ് അന്ന് ഈ വ്യാപാരം എല്ലാം നടന്നിരുന്നത്. തുടർന്നിങ്ങോട്ട് നമ്മൾ ചരിത്രം നോക്കി നമ്മൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം പതിയെ ഈ ട്രാൻസ്പോർട്ടേഷൻ്റെ നെറ്റ്വർക്ക് നമ്മുടെ രാജ്യത്ത് കൂടുതൽ വ്യാപിപ്പിക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടെന്നും അതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ജനത്തിൻ്റെ ഒരു ഉന്നമനത്തിനായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പല ഗവൺമെൻറ്റുകളും തിരിച്ചറിഞ്ഞ് പതിയെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും അന്നൊക്കെ നടന്നില്ലെങ്കിൽ തന്നെ ചെറിയ കാൽ ചുവട് വെപ്പിലൂടെ തന്നെ നമ്മൾ മുന്നേറിക്കൊണ്ടിരുന്നു. പോർട്ടുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തു. ഹൈവേ നെറ്റ്വർക്കിംഗ് സിസ്റ്റംസ് നമ്മൾ വികസിപ്പിച്ചെടുത്തു. എയർപോർട്ടുകൾ നമ്മൾ വികസിപ്പിച്ചെടുത്തു. വെയർഹൗസിംഗ് സിസ്റ്റം ഇന്ത്യയിൽ പതിയെ ഡെവലപ്പായി വന്നു. അതിൽ വളരെ ആളുകൾ വളരെ മികച്ച പ്രവർത്തനങ്ങൾ നടത്തി അതിൽ തൊഴിൽ കണ്ടെത്തി. പിന്നെ നമ്മുടെ രാജ്യത്ത് നിന്ന് പല ആളുകളും ഈ മേഖലയിൽ നിന്ന് വിദേശത്ത് പോയി ജോലി ചെയ്യുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം എന്നതിൽ ഉപരി ലോജിസ്റ്റിക്സ് എന്ന മേഖല വളരെ വിശാലമായൊരു മേഖലയാണ്. അതിൻ്റെ അകത്ത് ട്രാൻസ്പോർട്ടേഷൻ വരുന്നു. നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ സാധന സാമഗ്രികൾ ഗുഡ്സിൻ്റെയൊക്കെ ട്രാൻസ്പോർട്ടേഷൻ. ഇന്ന് ലോകത്തിൻ്റെ വലിയ ഭൂരിപക്ഷം ഈ ഗുഡ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് കടൽ മാർഗത്തിലൂടെയാണ്. ബാക്കിയുള്ളത് ലാൻഡിലൂടെ. കാരണം ലാൻഡിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്നാന്ന് വെച്ചാൽ ലാസ്റ്റ് മൈൽ, അതായത് ഫസ്റ്റ് മൈലും ലാസ്റ്റ് മൈലും. അതായത് ഫസ്റ്റ് മൈൽ എന്ന് പറയുന്നത് ഒരു എവിടെ നിന്ന് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവോ ഒരു സാധനം അതിൻ്റെ അടുത്ത ട്രാൻസ്പോർട്ടേഷൻ്റെ ടെർമിനൽ വരെ മൂവ്മെൻറ്റ് നടത്തുവാനായിട്ട് ഏറ്റവും നല്ല ഒരു മാർഗം, ട്രാൻസ്പോർട്ടേഷൻ്റെ മാർഗം ആ ഫസ്റ്റ് മൈൽ തന്നെയാണ്. അപ്പോൾ ആ ഫസ്റ്റ് മൈലിൽ ഈ ലാൻഡിൻ്റെ സാധ്യതകളാണ് കൂടുതൽ. കാരണം ഷിപ്പിൻ്റെ കണക്ടിവിറ്റി ഈ ഫസ്റ്റ് മൈലിൽ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം പ്രകൃതി അങ്ങനെയാണ് ഭൂമിയെ നിർമ്മിച്ചിരിക്കുന്നത്. പിന്നെ ലാസ്റ്റ് മൈൽ ആയാലും, അതായത് എവിടെ കൺസംഷൻ പോയിന്റ് ഉണ്ടോ, എവിടെ ഇത് ഉപയോഗിക്കപ്പെടുന്നുവോ
അവിടെ എത്താനായിട്ടും ഈ കരമാർഗ്ഗമുള്ള ലാൻഡിലൂടെയുള്ളതായ ട്രാൻസ്പോർട്ടേഷൻ ആണ് ബെസ്റ്റ്. ഉം. പിന്നെ ഇതിനിടയ്ക്കുള്ളതായ ഒരു മൈലുണ്ട്. അതിനാണ് നമ്മൾ ഈ മിഡിൽ മൈൽ അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അത് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനിലൂടെ നമ്മൾ നടത്തും. ചിലപ്പോൾ ഷിപ്പിലൂടെ ആയിരിക്കാം കുറച്ച് ദൂരം പോവുക. പിന്നെ കുറച്ച് ദൂരം ട്രെയിനിൽ നമ്മൾ ഈ സാധനങ്ങൾ ഷിപ്പ് ചെയ്യും. അതല്ല, ചിലപ്പം കുറച്ച് ദൂരങ്ങൾ ഇത് രണ്ടും എത്താത്ത സ്ഥലങ്ങളിൽ കരമാർഗത്തിലൂടെ ബൈ ലാൻഡ് നമ്മൾ ട്രക്കിലൂടെയൊക്കെ നമ്മൾ എത്തിക്കും. ഇതില് എയറിന്റെ സാധ്യതകളും വളരെ ഇന്ന് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വളരെ ശ്രദ്ധേയമായ ഒരു നേട്ടമാണ് ഇന്ത്യയിലെ ഈ നമ്മുടെ വെയർ ഹൗസിങ്ങിന്റെ സിസ്റ്റം ഡെവലപ്പായി എന്നുള്ളത്. നേരത്തെ ഒരു ഗോഡൗൺ സിസ്റ്റം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നന്നായിട്ട് മാനേജ് ചെയ്യുകയോ ആഹ് അതിൻ്റെ അകത്തുള്ള സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണമെന്ന് നമുക്ക് കൃത്യമായി തിട്ടപ്പെടുത്തുവാൻ സാധിക്കാത്ത രീതിയിൽ അവിടുത്തെ മാനേജേഴ്സ് വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എന്നാൽ പിന്നീട് അങ്ങോട്ട് ഈ വിദേശത്ത് പോയി പഠിക്കുകയും അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം പല കമ്പനികളും ഒരു നല്ല വെയർഹൗസിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുക്കാൻ തുടങ്ങി. കൂടാതെ പല രാജ്യാന്തര കമ്പനികൾ MNCs നമ്മുടെ ഭാരതത്തിൽ വന്ന് ഇതിന്റെ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് വെയർഹൗസിംഗ്. കാരണം ഒരു കമ്പനി അതിന്റെ ഉൽപാദനം നടത്തുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമുള്ള ഉൽപാദനമൊന്നുമല്ല നടത്തുന്നത്. വളരെ ദിവസങ്ങൾക്ക് വേണ്ടിയുള്ളതായ ഉൽപ്പന്നങ്ങൾ നേരത്തെ ഉൽപ്പാദിപ്പിച്ചെടുക്കും. കാരണം ഇക്കോണമി ഓഫ് സ്കെയിൽ വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ അത് ആം, അതിന്റെ ആ ടോട്ടൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ടോട്ടൽ കോസ്റ്റ് ഓഫ് ഓപ്പറേഷൻസ് എല്ലാം അതിനെ ബാധിക്കും. നമുക്ക് അതിനെ ലാഭകരമായിട്ട് മുമ്പോട്ട് നടത്തുവാനായിട്ട് സാധിക്കുകയില്ല. അപ്പൊ ഈ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതായ വസ്തുവകകൾ പെട്ടെന്ന് തന്നെ കൺസ്യൂമറിന്റെ അടുത്ത് ആഹ് ഇത് എത്തിച്ച് ഇതിനെ കൺസംഷൻ ചെയ്യുവാനായിട്ട് പലപ്പോഴും സാധിക്കുകയില്ല. വളരെ നാളുകൾ ചിലപ്പം ഇതിനെ സ്റ്റോർ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതെവിടെയാ സ്റ്റോർ ചെയ്യുക? ഇതുപോലുള്ള വലിയ വെയർഹൗസുകളില്, പല വെയർഹൗസുകളില് ചില നാളുകൾ അല്ലെങ്കിൽ വളരെ ദീർഘമായ നാളുകൾ നമുക്ക് വെക്കേണ്ടതായിട്ട് വരും. അവിടെ തന്നെ ഇതിനെ പല വാല്യൂ ആഡഡ് സർവീസസും ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അൺപാക്ക് ചെയ്ത് ചെറിയ പാക്കുകളിലായിട്ട് റീപാക്ക് ചെയ്യാം. ചിലപ്പോൾ അതിന്റെ ഒരു പ്രത്യേക കിറ്റുകൾ ഉണ്ടാക്കി അതിനെ പാക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ചിലപ്പോൾ അതിൻ്റെ അകത്തുള്ള ലേബലിംഗ് നടത്തേണ്ടതായിട്ട് വരും. അങ്ങനെ ഒത്തിരി വാല്യൂ ആഡഡ് സർവീസസ് ഉണ്ടാവും. ഇൻവോയ്സിംഗ് നടത്തി ചെറിയ ഈ കസ്റ്റമേഴ്സിൽ സ്ഥലങ്ങളിലേക്ക് അവരുടെ അടുക്കളയിലേക്ക് ഇത് എത്തിക്കേണ്ടതായിട്ട് വരും. അവ ലോജിസ്റ്റിക്സിന്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇതൊരു പ്ലാനിങ് പ്രോസസ്സാണ്. ഇതിന്റെ ഈ ഒരു ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കപ്പെട്ടതിന് ശേഷം അത് അതിന്റെ കൺസംഷൻ പോയിന്റിൽ എത്തുന്നത് വരെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അത് ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷനിൽ പോകണം, അതിന്റെ കപ്പാസിറ്റി എന്തോ ആയിരിക്കണം, അതിന്റെ ആ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷന്റെ കപ്പാസിറ്റി, പിന്നെ അത് എത്ര നമ്മൾ അയക്കണം, പിന്നെ ഇത് എത്ര ദൂരെ അയക്കണം, ഇത് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഏതെല്ലാം വാല്യൂ ആഡഡ് സർവീസസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത് ആരെ കൊണ്ട് ചെയ്യിക്കണം, സ്വന്തമായിട്ട് ചെയ്യണമോ, അത് മറ്റുള്ളവരെ ഇതിന്റെ സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളതായ ലോജിസ്റ്റിക്സ് കമ്പനീസ് ഉണ്ട്, അവരെ കൊണ്ട് ചെയ്യിക്കണം. ഇതിന്റെ എല്ലാത്തിന്റെ ഒരു പ്ലാനിങ്ങിന്റെ ഒരു പ്രോസസ്സാണ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ തൊഴിൽ ഇതിന്റെ അകത്ത് ഈ ഓരോ ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അപ്പൊ ലോജിസ്റ്റിക്സിന്റെ പ്രോസസ്സ് തന്നെ ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് പല കമ്പനികളും ഇന്ന് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതായ ഒരു കമ്പനി
അല്ലെങ്കിൽ അതിന്റെ ബ്രാൻഡ് ഓണർ തന്നെ ഇതിനെ ഏഹ്, ഇതിന്റെ ലോജിസ്റ്റിക്സിന്റെ എല്ലാ മൂവ്മെന്റുകളും ഇതിന്റെ എല്ലാ പ്രോസസ്സുകളും അവർ തന്നെ നടത്തുമായിരുന്നു. പക്ഷെ പിന്നീട് അവർക്ക് മനസ്സിലായി ബഹുഭൂരിപക്ഷമായ കാര്യങ്ങളും നമ്മൾ തന്നെ ഈ ലോജിസ്റ്റിക്സിന്റെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ കോസ്റ്റ് കൂടത്തേ ഉള്ളൂ. നമ്മുടെ ശ്രദ്ധ മുഴുവനും ചിലപ്പോൾ ഇതിന്റെ ഡിസ്ട്രിബ്യൂഷനിലും സ്റ്റോറേജിലും ഒക്കെ ആയിരിക്കും പോവുക. അപ്പോൾ ഇതിന് സ്പെഷ്യലൈസേഷൻ ചെയ്തിട്ടുള്ളതായ കമ്പനികൾക്ക് ഇത് ഔട്ട്സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫിഷ്യന്റ് ആയിട്ട് അവരത് നടത്തും എന്നുള്ളതായ ഒരു വിശ്വാസം, അതിന്റെ വിശ്വാസം എന്ന് പറയുമ്പോൾ അതിന്റെ ഡേറ്റ ബേസ് ചെയ്തിട്ടുള്ളതായ കാര്യങ്ങളാണ്. കാരണം ആഹ്, ആഹ്, ഇതിന് ഒത്തിരി ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നടത്തേണ്ടി വരും. ഒരു വലിയ വെയർഹൗസ് വേണ്ടി വരും. ചിലപ്പോൾ അതിനെ നടത്തുവാനായിട്ടുള്ള ആളുകൾ വേണ്ടി വരും. പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടുന്നതായ വണ്ടികൾ വേണ്ടി വരും. പിന്നെ ഇതിനെ കോർഡിനേറ്റ് ചെയ്യാനായിട്ടുള്ള ആളുകൾ വേണം. ഇന്റർനാഷണൽ ലെവലിലേക്ക് നമ്മൾ ചെയ്യുവാണെങ്കിൽ അതിന്റെ ഡോക്യുമെന്റേഷൻ ഒത്തിരിയുണ്ട്. ടാക്സേഷന്റെ കാര്യങ്ങളുണ്ട്. ആഹ്, ആഹ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെല്ലാം നമ്മൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ നമ്മുടെ മെയിൻ ആയിട്ടുള്ളതായ ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും. ഈ ഉൽപ്പാദിപ്പിക്കുക, ഇതിനെ ബ്രാൻഡ് ചെയ്യുക, ഇതിനെ മാർക്കറ്റ് ചെയ്യുക, സെയിൽ ചെയ്യുക, ഇങ്ങനെയുള്ളതായ മുഖ്യമായ കാര്യങ്ങളിലേക്ക് ഉള്ള ശ്രദ്ധ ആ കമ്പനിയുടെ ഏഹ്, കുറച്ച് കുറയും. അപ്പൊ അതിന്റെ സെയിലിനെ അത് ബാധിക്കാം, അല്ലേ? അപ്പൊ ആഹ്, ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഇതിനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളതായ കമ്പനികളിലേക്ക് ഈ ലോജിസ്റ്റിക്സിന്റെ പ്രോസസ്സിനെ ഔട്ട്സോഴ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ലോജിസ്റ്റിക്സ് കമ്പനിയിൽ തന്നെ അതിനകത്ത് സെയിൽസിന്റെ ടീമുണ്ട്, മാർക്കറ്റിങ്ങിന്റെ ടീമുണ്ട്, അതിന്റെ അക്കൗണ്ടിങ്ങിന്റെ ടീമുണ്ട്. ഏറ്റവും വലിയ ടീം എന്ന് പറയുന്നത് ഓപ്പറേഷൻസ് ടീം. ആഹ്, ഈ കസ്റ്റമേഴ്സിന്റെ പ്രോഡക്ട്സ് അവരുടെ നെറ്റ്വർക്കിലേക്ക് എത്തിക്കുകയും പിന്നെ അത് സ്റ്റോർ ചെയ്യുകയും പിന്നെ അവരുടേതായ കസ്റ്റമേഴ്സിന്റെ അടുക്കൽ അത് എത്തിക്കുകയും ചെയ്യുന്നത് വരെയുള്ളതായ സകല കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യുകയും നടത്തുകയും ചെയ്യുന്നത് ഈ ഓപ്പറേഷൻസ് ടീമാണ്. അപ്പോൾ ഏതൊരാളും ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യം ശ്രദ്ധ കൊടുക്കുന്നത് ഈ ഓപ്പറേഷൻസ് ടീമിലേക്ക് ചേരാൻ വേണ്ടിയിട്ട്. അതിൻ്റെ അകത്ത് തന്നെ പല സബ് ടീമുകളുണ്ട്. ഇതിനകത്ത് ഒരു വലിയ ആഹ്, ഒരു തൊഴിൽ മേഖല ഇതിന്റെ അകത്ത് ഉള്ളത് സെയിൽസിന്റെ അകത്ത് തന്നെ. മറ്റേതൊരു മേഖലയിൽ സെയിൽസ് ഉള്ളതുപോലെ തന്നെ ലോജിസ്റ്റിക്സിന്റെയും സെയിൽസ് ഉണ്ട്. അപ്പം ആഹ്, ഈ മേഖലയിലും വളരെ തൊഴിലവസരങ്ങളുണ്ട്. കുറച്ച് നമുക്ക് മെനക്കെടുവാനും കസ്റ്റമേഴ്സിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുവാനും പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസും നെഗോസിയേഷൻ സ്കിൽസും റിലേഷൻഷിപ്പ് ഉണ്ടാക്കുവാനായിട്ടുള്ളതായ ആ സ്കില്ലും എല്ലാം നമ്മൾ ഇതെല്ലാം ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പഠിച്ചു ഇറങ്ങിയത് കൊണ്ട് മാത്രം നടക്കുന്ന കാര്യമൊന്നുമല്ല. ഇതെല്ലാം വളരെ ഏഹ്, ഏഹ്, സമയമെടുത്ത് ഏഹ്, ഇതിനെ പറ്റിയുള്ള ചിലപ്പോൾ പുസ്തകങ്ങൾ വായിക്കേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ ഇതെങ്ങനെ ഇത് നന്നായിട്ട് ചെയ്യുന്നുവെന്ന് ചെയ്യുന്നതായ ആളുകളുടെ അടുത്ത് പോയി നമുക്ക് അവരെ കണ്ടു പഠിക്കാം. അവരുടെ കൂടെ ഇരുന്ന് പഠിക്കാം. അവരുടെ ഗൈഡൻസിൽ നമുക്കിത് പഠിക്കാം. അപ്പം പ്രധാനമായും ഈ ലോജിസ്റ്റിക്സിന്റെ സെയിൽസിന്റെ അകത്ത് 2 തരത്തിലുള്ള സെയിൽസുകളാണ് ഉള്ളത്. ഒന്ന് ആഹ്, ഒരു പുതിയ ഒരു കസ്റ്റമറെ നമുക്ക് ഓൺബോർഡ് ചെയ്യണം. ഒരു കമ്പനിയുണ്ട് അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കാം. ആ ആ കമ്പനി അല്ലെങ്കിൽ ആ ഇൻഡിവിജ്വലിനെ ആഹ്, നമ്മുടെ കമ്പനിയുടെ കസ്റ്റമർ ആക്കുക. ഏ, പുതിയ ഒരു കസ്റ്റമർ ആക്കുക. അതല്ലെങ്കിൽ നിലവിലുള്ള ഒരു കസ്റ്റമറിൽ നിന്നും ആ കസ്റ്റമറുമായിട്ടുള്ളതായ റിലേഷൻഷിപ്പിലൂടെ എത്രയധികം വരുമാനം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഏ? വരുമാനം എന്ന് പറയുമ്പോൾ ഒരു ലോജിസ്റ്റിക് കമ്പനിയുടെ വരുമാനം എന്ന് പറയുന്നത് എന്തുവാ? എത്ര വെയിറ്റ്, എത്ര ആ ഗുഡ്സ് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നു, അതിലൂടെയാണ് നമുക്ക് ഈ വരുമാനം കിട്ടുന്നത്. അപ്പൊ ആ കസ്റ്റമർ പല ട്രാൻസ്പോർട്ടേഷൻ കമ്പനി അല്ലെങ്കിൽ പല ലോജിസ്റ്റിക്സ് കമ്പനിയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടാകാം അവരുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനായിട്ട്. പക്ഷേ ആ അത്രയും ലോജിസ്റ്റിക്സ് കമ്പനീസ് ഉള്ളതില്
ഏറ്റവും നന്നായിട്ട് റിലേഷൻ അതായത് അവർക്കെന്തെങ്കിലും ക്ലെയിം ഉണ്ടെങ്കിൽ അവരുടെ ഗൂഡ്സ് നമ്മള് നമ്മുടെ നെറ്റ്വർക്കിലൂടെ കൊണ്ടുപോയപ്പോൾ എന്തെങ്കിലും ഡാമേജ് ഉണ്ടായാൽ അതിന്റെ ക്ലെയിം പ്രോസസ്സിൽ നമ്മൾ അവരെ എത്ര നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ആഹ്, ഇത് ആഹ്, ആഹ്, ഒരു എക്സ്ട്രാ മൈൽ നമ്മൾ നടന്ന് ഇതെങ്ങനെ ഈ റിലേഷനെ മുമ്പോട്ട് കൊണ്ടുപോകാം എന്നൊക്കെ ശ്രമിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് സെയിൽസിന്റെ മേഖലയിൽ നമുക്ക് മുന്നേറാൻ പറ്റും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് പറയാം. ലോജിസ്റ്റിക്സിന്റെ സെയിൽസിൽ രണ്ട് തരത്തിലുള്ള സെയിൽസ് ഉണ്ട്. ഒന്ന് ന്യൂ സെയിൽസ്, അതായത് പുതിയ കസ്റ്റമറിനെ കൊണ്ടുവരിക. രണ്ടാമത് കീ അക്കൗണ്ട് മാനേജ്മെന്റ്, അതായത് എത്ര കസ്റ്റമേഴ്സ് ഉണ്ടോ ആ കസ്റ്റമേഴ്സിന്റെ എല്ലാം നിലവിലുള്ളതായ കസ്റ്റമേഴ്സിന്റെ എല്ലാം റിലേഷൻഷിപ്പ്. അപ്പൊ അതിൻ്റെ അകത്ത് ആഹ്, എത്ര ബിസിനസ് ഒരു മാസത്തിൽ നടക്കുന്നു, അതിൻ്റെ അകത്ത് ആ ബിസിനസ്സിൻ്റെ അകത്ത് എത്ര നമുക്ക് ബുക്കിംഗ് നടന്നിട്ടുണ്ടോ, അതിൻ്റെയൊക്കെ സമയത്തിനനുസരിച്ചുള്ളതായ ഡെലിവറി നടന്നിട്ടുണ്ടോ, ആം, നമ്മൾ അവരുമായിട്ട് സൈൻ ചെയ്തിട്ടുള്ളതായ ഒരു സർവീസ് ലെവൽ എഗ്രിമെന്റ് ഉണ്ട്, SLA എന്ന് പറയുന്നത്. അത് എത്രത്തോളം നമ്മൾ കമ്മിറ്റ്മെന്റിനനുസരിച്ച് ചെയ്തു കൊടുത്തിട്ടുണ്ടോ, ഏ? അതെല്ലാം നിരീക്ഷിക്കുക. അതുപോലെ തന്നെ ഈ മന്ത്ലി ആയിട്ടുള്ള ബില്ലിങ്ങിന് ശേഷം ആ പേയ്മെന്റ് അവരിൽ നിന്ന് സമയത്തിന് നേടിയെടുക്കുക. ഏ? ഇത് ഈ ഇങ്ങനെയുള്ളതായ കാര്യങ്ങളില് ശ്രദ്ധിക്കുക ആണ് ഒരു കീ അക്കൗണ്ട് മാനേജറിന്റെ പ്രധാന ചുമതല. അപ്പൊ ഈ കീ അക്കൗണ്ട് മാനേജർ വളർന്ന് ആണ് ഒരു മേഖലയുടെ സെയിൽസിന്റെ ഇൻചാർജ് ആവുന്നത്. അപ്പൊ ആ സമയത്ത് അവരുടെ ഒരു ടീം ഉണ്ടാവാം. ആ ടീം ശ്രദ്ധിക്കും. പുതിയ കസ്റ്റമേഴ്സിനെ കൊണ്ടുവരാനായിട്ട് ന്യൂ സെയിൽസിന്റെ ഒരു ഏഹ്, ഏഹ്, ചെറിയ ടീം ഉണ്ടാവാം. ഒരു കീ അക്കൗണ്ട് മാനേജേഴ്സിന്റെ ഒരു ടീം ഉണ്ടാകും. ഒരു കീ അക്കൗണ്ട് മാനേജർ തന്നെ പല അക്കൗണ്ടുകളും മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അതിൻ്റെ അകത്ത് വലിയ അക്കൗണ്ടുകൾ ഉണ്ടാകാം, ചെറിയ അക്കൗണ്ടുകൾ ഉണ്ടാകാം. ഒരു പെരട്ടോ പ്രിൻസിപ്പൽ അനുസരിച്ച് 80-20 പ്രിൻസിപ്പിളിലാണ് മിക്കവാറും എല്ലാ കച്ചവടങ്ങളും അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്ഥാപനങ്ങളും നടക്കുക. അപ്പൊ 80% കസ്റ്റമേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ 20% ആഹ്, ആഹ്, ഒരു നമ്മുടെ ബിസിനസ്സിലുള്ളതായ റവന്യൂ കൊണ്ടുവരുന്നത്. ചെറിയ ചെറിയ കസ്റ്റമേഴ്സ്. എന്നാൽ ടോപ്പ് ആയിട്ടുള്ളതായ 20% ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ആയിരിക്കും 80% നമ്മുടെ റവന്യൂ കൊണ്ടുവരിക. അപ്പൊ ഈ 20% ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. മറ്റുള്ളവരെ തഴയണമെന്നല്ല. പക്ഷെ മറ്റുള്ളവരിലേക്കാളും കൂടുതൽ നമ്മുടെ ശ്രദ്ധ ഈ 20% നമ്മൾ കൊടുത്തേ പറ്റൂ. കാരണം അവരാണ് നമ്മുടെ ഈ ബിസിനസ്സിനെ കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ മുമ്പോട്ട് നയിക്കുവാനായിട്ട് നമുക്ക് റവന്യൂ തരുന്നത്. അപ്പൊ ഈ 2 കാര്യങ്ങള്, ഈ 2 മേഖലയില് വളരെ ഏഹ്, ഏഹ്, ആഹ്, സാധ്യതകളുണ്ട് ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. ആം, ഇതിൻ്റെ അകത്ത് കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് പുതുതായിട്ട് വരുന്നതായ ഒരു ആൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നാം. പക്ഷേ പതിയെ ഇതിനകത്ത് സമയം എടുത്ത് നമ്മൾ പഠിക്കുകയും കസ്റ്റമേഴ്സിന്റെ സ്വഭാവം മനസ്സിലാക്കുകയും അവരുടെ ആ കമ്പനിയുടെ ഉൽപാദനം എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യണമെന്നതും ആ കസ്റ്റമേഴ്സിന്റെ ആയിട്ടുള്ളതായ റിലേഷനിൽ ഈ മെയിൻ കസ്റ്റമറിനെ നമുക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാം. അപ്പം ഒരു നമ്മളെ ഒരു വെണ്ടർ എന്ന നിലയിലല്ല, ഒരു പാർട്ട്ണർ എന്ന നിലയിലേക്ക് ആ റിലേഷനെ നമുക്ക് ഉയർത്തുവാൻ സാധിക്കുമെങ്കിൽ നമ്മൾ അവിടെ വിജയിക്കും. അപ്പം നമ്മുടെ ഹെൽപ്പും കൊണ്ടാണ് അവരുടെ കച്ചവടം കൂടുന്നത് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാല് ഏഹ്, നമുക്ക് ബിസിനസ് കിട്ടുവാനായിട്ട് പിന്നെ ഒത്തിരി മെനക്കെടുവൊന്നും വേണ്ട. ആ ഒരു റിലേഷനെ നമ്മള് വളരെ സൂക്ഷിച്ച് മുമ്പോട്ട് കൊണ്ടുപോവുക. അപ്പൊ അതിന് മുമ്പോട്ട് കൊണ്ടുപോകാന്ന് പറയുമ്പോ നമ്മുടെ കമ്പനിക്കകത്ത് തന്നെ ഉള്ള ടീമുകളുമായിട്ട് നമുക്ക് കോർഡിനേഷൻ ഒത്തിരി വേണ്ടതായിട്ട് വരും. ഏഹ്. അപ്പൊ ഇതിൻ്റകത്ത് കോർഡിനേഷൻ സ്കിൽസ് വളരെ അത്യാവശ്യമാ. കമ്മ്യൂണിക്കേഷൻസ്, സമയാസമയങ്ങളില് ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക കസ്റ്റമറിനും, അതുപോലെ ഇന്റേണൽ ടീമുകൾക്കും. ഒരു ബുക്കിംഗ് നടന്നു കഴിഞ്ഞാല് ആ ബുക്കിങ്ങിന്റെ ട്രാക്കിംഗ് ചെയ്ത് അതിനെ ഡെലിവറി വരെ
ട്രാക്കിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ പ്രൂഫ് ഓഫ് ഡെലിവറി നമുക്ക് കസ്റ്റമേഴ്സിന് കൊടുത്ത് അപ്പോൾ അതിനിടയ്ക്കുള്ളതായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഡോക്യുമെന്റേഷൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഹോൾഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡിലേ ആവുന്നുണ്ട്, കാരണം ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ വെളിയിലായാലും പൊളിറ്റിക്കൽ പ്രോബ്ലംസ് ഉണ്ടാകാം, എക്കണോമിക് ഇഷ്യൂസ് ഉണ്ടാകാം, നമ്മുടെ ചില സമയങ്ങളിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തതായ അറ്റാക്സ് ഉണ്ടാകാം ഷിപ്പിൻ്റെ മുകളിൽ, പൈറേറ്റ്സിൻ്റെ അറ്റാക്ക് ഉണ്ടാകാം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ അതല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കാം. ഏഹ്, അങ്ങനെ പല നമ്മൾ ഇന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കാത്തതായ സാഹചര്യങ്ങളിൽ ലൂടെ പോലും നമുക്ക് പോകേണ്ടതായിട്ട് വരാം. ചിലപ്പോൾ ഇതുപോലെ കോവിഡ് പോലുള്ള ഒരു മഹാമാരി പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെട്ടു. നമ്മൾ ആലോചിക്കുകയോ ഇന്നുവരെ എക്സ്പീരിയൻസോ ചെയ്യാത്തതായ പ്രകൃതി ഏഹ്, ഏഹ്, പ്രതിഭാസങ്ങളാണ് ഇതൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള മേഖലയിൽ എങ്ങനെ നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിനെയും ഇന്റേണൽ ആയിട്ടുള്ള ടീമിനെയും ആയിട്ടുള്ള കോർഡിനേഷനിലൂടെ മാനേജ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് നമ്മുടെ കരിയറിൽ വലിയ ഗ്രോത്തുകൾ കൊണ്ടുവരാം. അപ്പം ഒരു ഓപ്പറേഷൻസ് ടീമിലൂടെ നമ്മൾക്ക് ജോലിയിലൂടെ വളരെ നമുക്ക് മുന്നേറുവാനായിട്ട് സാധിക്കും. എന്നാൽ എനിക്ക് തോന്നുന്നത് എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ കണ്ടിട്ടുള്ളതിൽ ഒരു വ്യക്തി ആഹ്, സാമ്പത്തികമായും കരിയർ വൈസ് ആയാലും വളരെ പെട്ടെന്ന് ഉയരുവാനായിട്ട് സാധിക്കുന്നതായ ഒരു മേഖല സെയിൽസാണ്. അപ്പൊ ഇതിന് സെയിൽസ് പഠിച്ചിട്ട് വരണമെന്നോ ഒന്നുമില്ല. പക്ഷേ ആഹ്, ആ ഒരു മേഖലയോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഓപ്പറേഷൻസിൽ വളരെ നാളുകൾ ജോലി ചെയ്തതിന് ശേഷം സെയിൽസിലേക്ക് മാറുന്നതായ ആളുകൾ അക്കൗണ്ടിൽ അക്കൗണ്ടിങ് മേഖലയിൽ വളരെ നാളുകൾ ജോലി ചെയ്തതിന് ശേഷം സെയിൽസിലേക്ക്. കാരണം അന്നേരത്തേക്കും അവർക്ക് മനസ്സിലായി എങ്ങനെ ഈ കസ്റ്റമറിനെ ഹാൻഡിൽ ചെയ്യണം, കസ്റ്റമറിനെ എൻ്റെ ആവശ്യങ്ങൾ എന്തുവാ, നമുക്ക് ഇന്റേണൽ ടീമുമായിട്ട് എങ്ങനെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരാലോചിക്കുന്നത് ഞാൻ ഈ ചെറിയ എൻ്റെ ഓപ്പറേഷൻസിലോ അല്ലെങ്കിൽ അക്കൗണ്ടിലോ മാത്രം ഒതുങ്ങി നിന്നാൽ പോരാ, എനിക്ക് എൻ്റെ കരിയറിൽ ഇനിയും ഉയരണം. എനിക്കൊരു പിന്നെ ഏരിയയുടെ ഹെഡ് ആകണം, ഒരു റീജിയന്റെ ഹെഡ് ആകണം, അല്ലെങ്കിൽ ഒരു കൺട്രി ഹെഡ് ആവണം. അങ്ങനെയൊക്കെ ഒരു സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ ആ സ്വപ്നം നമുക്ക് ഫുൾഫിൽ ചെയ്യുവാനായിട്ട് സാധിക്കുന്ന ലോജിസ്റ്റിക്സിന്റെ ഏറ്റവും വലിയൊരു മേഖല സെയിൽസ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു മേഖലയെ പറ്റിയും കൂടി വിദ്യാർത്ഥികളും ഇതിനകത്ത് ഇപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്നവരുമായ ആളുകൾ ചിന്തിക്കുക. ആഹ് അപ്പം ഇതിനെപ്പറ്റി നമുക്ക് ഒന്നുകൂടി വായിക്കുവാനായിട്ട് ഉള്ള ഇന്റർനെറ്റിലൊക്കെ നമ്മൾ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ സെയിൽസ് എങ്ങനെ മുന്നേറാമെന്നുള്ളതായ പല ആർട്ടിക്കിളുകളുണ്ട്. യൂട്യൂബിൻ്റെ ഒത്തിരി ചാനലുകളുണ്ട്, വീഡിയോസ് ഉണ്ട്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് സെയിൽസിൽ ജോലി ചെയ്യുന്നതായ ആളുകളുമായിട്ട് സംസാരിക്കുക. അവരുടെ എക്സ്പീരിയൻസ് മനസ്സിലാക്കുക. പിന്നെ ടാർഗറ്റും ചലഞ്ചസും ഇതെല്ലാം ഉണ്ട്. ആ ചലഞ്ചസും ടാർഗറ്റുകളും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ അവരുടെ കരിയറിൽ വളരെ ഉന്നതി പ്രാപിച്ചിട്ടുള്ളത് അവർ. തോറ്റു പിന്മാറിക്കഴിഞ്ഞ് പോകുന്നതായ ആളുകൾക്ക് പറ്റിയ മേഖലയൊന്നുമല്ല ഇത്. അപ്പോൾ ചലഞ്ച് ഇഷ്ടപ്പെടുന്നവര് ആഹ് ആളുകളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കി അതിലൂടെ നമ്മുടെ റവന്യൂ ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ ജോലി ചെയ്യുന്നതായ കമ്പനിക്ക് വേണ്ടി ഉയർത്താൻ സാധിക്കും എന്ന് സ്വന്തം വിശ്വസിക്കുന്നവര്, സ്വന്തം ആത്മവിശ്വാസമുള്ളവര്, ഏഹ്, അങ്ങനെ ലീഡർഷിപ്പ് സ്കിൽസ് ഉള്ളവര്. അപ്പം ഇത് സ്കിൽസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ന് നമുക്ക് ഇല്ലായിരിക്കാം. പക്ഷെ നമ്മൾ ആ മേഖലയിൽ പ്രവർത്തിച്ച് തുടങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, നമ്മൾ ഓരോ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ, ആ സ്കില്ലുകള് തനിയെ ഡെവലപ്പായി വരുന്നത് നമുക്ക് അറിയാൻ പറ്റും. പിന്നെ നമ്മൾ അതിനെ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. ഏ, എനിക്കറിയാവുന്ന പല ആളുകളും ഉണ്ട്. നേരത്തെയൊക്കെ ശരിക്കും വർത്താനം പറയാൻ പോലും അറിയത്തില്ല. ഏ പക്ഷെ ഇന്ന് ആ സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി അവരെ അവരെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന പോലെ പുഷ് ചെയ്യുക. പുഷ് ചെയ്തതിന് ശേഷം, ശ്രമിച്ചു കൊണ്ടിരുന്നതിന് ശേഷം അവരുടെ ഫിയറിനെ
കീഴടക്കി അവരുടെ ആ ഭയത്തെ കീഴടക്കിയതിന് ശേഷം ഒരു കരിയറിൽ മുന്നേറിയിട്ടുണ്ട്. ഉം. അപ്പോൾ ഈ ഒരു മേഖലയെ കൂടി നിങ്ങൾ കൺസിഡർ ചെയ്യുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ.